Good day all. നെപ്റ്റോൺ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ്റെ ആക്രോബിസ് ഡാഷ്ബോർഡിൽ വന്ന പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന വേർഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. 3.5.6 ഈ അപ്ഡേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനു മുമ്പുള്ള സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആക്രോബീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് വന്നേക്കുന്ന ഫീച്ചർ നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ടോപ്പ് ലൈനിൽ കാണുന്നത് സെലക്ട് ബ്രാഞ്ചാണ്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ചെയ്യുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഓൾ ബ്രാഞ്ചസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സിംഗിൾ ബ്രാഞ്ച് ആണെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇവിടെ കാണുകയുള്ളൂ. സെയിൽസ് ഓവർവ്യൂ നോക്കാം. ഡീഫാൾട്ടായിട്ട് ഇതിനകത്ത് ടുഡേ ആയിരിക്കും ഉണ്ടാവുക. ഇതിനകത്ത് മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർ ടു ഡേറ്റോ നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു എക്സാമ്പിൾ 23.94 ലാക്കിൻ്റെ സെയിലാണ് ടോട്ടൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഇവിടെ അവൈലബിൾ ആണ്. ഏതൊക്കെ പ്രൊഡക്റ്റ് ഗ്രൂപ്പുകൾ എത്ര പെർസെൻറ്റേജ് ആണ് ഈ സെയിൽസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ളത് സ്മാർട്ട് ഫോണാണ്. നിങ്ങളുടെ ടോട്ടൽ സെയിലിൻ്റെ 64.71% സെയിലും വന്നിട്ടുള്ളത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എന്നാണെന്ന് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിമിലർലി ഫർണിച്ചറാണ് 15.66% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കി തരുന്ന രണ്ട് പ്രൊഡക്റ്റ് ഗ്രൂപ്പുകൾ, ഒന്ന് സ്മാർട്ട് ഫോണും പിന്നെ ഫർണിച്ചറാണെന്ന് ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഇതിനകത്തൊരു ലാസ്റ്റ് ഇയർ ഗ്രോത്ത് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ലാസ്റ്റ് ഇയറിലെ ഡാറ്റ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സെയിം പീരിയഡ് കമ്പയർസ് ടു ലാസ്റ്റ് ഇയർ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ബിൽ വൈസ് സെയിൽസ് ആൻഡ് ഇവൻറ്റ്സ് ഈ രണ്ട് ബോർഡുകളാണ് പുതുതായിട്ട് ഡാഷ്ബോർഡിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ്. ബിൽ വൈസ് സെയിൽസ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. നിങ്ങളൊരു പീരീഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ പീരീഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ടോട്ടൽ ബില്ലുകളും അതിൻ്റെ ടോട്ടൽ എമൗണ്ടുകളും കസ്റ്റമർ വൈസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ് വേണമെങ്കിൽ ആ കസ്റ്റമറെ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാത്രം ഇൻവോയ്സ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഇതിനകത്ത് ഇൻവോയ്സ് ഡീറ്റെയിൽസ്, നമ്പർ, എമൗണ്ട്, അതിൻ്റെ ക്യാഷ് ബ്രേക്ക് ഡൗൺ എല്ലാം അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ PDF ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ഇവൻറ്റ്സ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിലെ ഫ്രോഡ് എങ്ങനെ തടയാമെന്നുള്ള ടൂളാണ് ഇവൻറ്റ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സെയിൽസ് ബില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെസീപ്റ്റ് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എഡിറ്റ് ചെയ്ത ബില്ലുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. എഡിറ്റ് ചെയ്ത എമൗണ്ട്, ഏത് ലോഗിനിൽ ആരാണ് ഏത് ടൈമിലാണ് ഇത് എഡിറ്റ് ചെയ്തതെന്നും ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആകും. ടോട്ടൽ വന്ന ക്യാഷ് സെയിൽസിൻ്റെ സെയിൽസിൻ്റെ ബ്രേക്ക് ഡൗൺ ഇവിടെ അവൈലബിൾ ആണ്. ടോട്ടൽ വന്ന 23.9 ലാക്കിൽ 7.91 ക്യാഷ് സെയിലായിരുന്നു. 16.02 ലാക്ക് സെയിൽ വന്നേക്കുന്നത് ക്രെഡിറ്റ് ആണെന്ന് കാണാം. നിങ്ങളുടെ സെയിൽസ് ട്രെൻഡും ഇതിനോട് കൂടെ അവൈലബിൾ ആണ്. ഓവർ ദ മന്ത് നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് സെയിൽസ് പ്രോഗ്രസ് ആയി എന്നുള്ളത് നോക്കാം. ഇതിൽ ഈ പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മന്തിൻ്റെ ബ്രേക്ക് ഡൗണും അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് ലിക്വിഡിറ്റിയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ വന്നേക്കുന്ന ടോട്ടൽ ക്യാഷ് ഈക്വലൻസ് 15.1 ലാക്കാണ്. ഇതിൽ ക്യാഷിൻ്റെ ആൻഡ് 10.21 ബാങ്കിൽ 4.8 ലാക്ക് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇതിൽ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ബാങ്കും ഇതിൽ കാണാം. അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെക്ക് ആൻഡ് പേ ചെക്ക് ഉണ്ട്. നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പെൻഡിംഗ് ഉള്ള ചെക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് വരിക. ആ എമൗണ്ടും കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം എത്രയായിരിക്കും നിങ്ങളുടെ ഫോർകാസ്റ്റഡ് ബാലൻസ് എന്നുള്ളതും കൂടെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ക്യാഷ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷിനകത്ത് ഓപ്പണിംഗ് ബാലൻസ്, എന്നിട്ട് ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു, എത്ര ടോട്ടൽ ക്യാഷിനായി, എത്ര ക്യാഷ് ഔട്ടായി, ടോട്ടൽ ക്ലോസിംഗ് ബാലൻസ് എത്ര എന്നുള്ളത് ഇവിടെ കാണാം. നെക്സ്റ്റ് വന്നേക്കുന്നത് റിസീവബിൾസ് ആൻഡ് പേയബിൾസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ റിസീവബിളിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ടോട്ടൽ റിസീവബിൾസും 100% ഡ്യൂ ആണ്. പേയബിളിൻ്റെ സിറ്റുവേഷനും സെയിം ആണ്, 100% ഡ്യൂ ആണ്. അപ്പോൾ ഏതൊക്കെ ബില്ലുകളാണ് ഡ്യൂ ആയതെന്ന് അറിയുന്നതിന് വേണ്ടി ഓവർ ഡ്യൂ എന്ന് കാണാം. ഈ ഓവർ ഡ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കസ്റ്റമറാണ് എത്ര എമൗണ്ട് തരാനുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമറുടെ ടോട്ടൽ ബില്ലും എത്ര എമൗണ്ടെന്നും ഏതൊക്കെ ഡേറ്റിലാണ് ഇത് ഡ്യൂ ആയിട്ടുള്ളത് ഇവിടെ കാണാം. ഇത് കസ്റ്റമർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാട്സപ്പായോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് അയക്കാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. സെയിം തന്നെയാണ് പേയബിൾസിലും അവൈലബിൾ ആണ്. ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഡ്യൂ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ അകത്ത് കാണാവുന്നതാണ്. നെക്സ്റ്റ് വന്നേക്കുന്നത് എക്സ്പെൻസ് ആണ്. ഇതിൽ ഇയർ ടു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം നമ്മൾ ടോട്ടൽ എത്ര എമൗണ്ടാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത് കാണാം. ഇവിടെ 2.52 ലാക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൻ്റെ ഡാറ്റ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളതെല്ലാം ഈ ഒരു ടൈലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഓരോ എക്സ്പെൻസ് ഹെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കേസിൽ 2.52 ലാക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്തപ്പോൾ അതിലേറ്റവും കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തേക്കുന്നത് ഈ സാലറിയിലാണെന്ന് കാണാം. ടോട്ടൽ എക്സ്പെൻസിൻ്റെ 77.2% വന്നേക്കുന്നത് നിങ്ങളുടെ സാലറി എക്സ്പെൻസ് ആണ്. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തേക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിലാണ്. 40.5
40,500 ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തത്. അത് നിങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസിൻ്റെ 16% ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു എക്സ്പെൻസിൻ്റെ അനാലിസിസ് അവൈലബിൾ ആണ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണി ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഹെഡിലേക്കാണ് പോകുന്നതെന്ന് കാണാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നിങ്ങളുടെ ഓർഡർ ആൻഡ് റിസീപ്റ്റിൻ്റെ സമ്മറിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് നിങ്ങൾ ഈ ഒരു മൊബൈൽ ആപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ടോട്ടൽ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഫീൽഡിൽ ഇന്ന് ടോട്ടൽ എത്ര ക്യാഷ് കളക്ട് ചെയ്തു, ബാങ്ക് അതായത് നിങ്ങളുടെ ചെക്ക് ആൻഡ് കാർഡ് പേയ്മെൻറ്റ് എത്ര വന്നു എന്നുള്ളത് ഇവിടെ നോക്കാം. ഓർഡറാണ് അടുത്തുള്ളത്. അടുത്ത ടൈലിൽ ഓർഡറിനകത്ത് കാണിക്കുന്നത് നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്രയുണ്ട്, ആ ഓർഡറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ആക്രോബിസ് മൊബൈൽ ആപ്പിൽ ഡാഷ്ബോർഡിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ. ഹോപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ യുവർ ബിസിനസ്. താങ്ക് യു.